സ്കൂളിംഗ് ടൈമിൽ നമ്മൾ രസം നമ്മുടെ ഡിവിഷനിൽ നമ്മുടെ ക്ലാസ് റൂമിലായിരിക്കും പൂക്കളിടുക ഓരോരുത്തരുടേത്. അപ്പൊ ഭയങ്കര കോമ്പറ്റീഷൻ ആയിരിക്കും. ഈ പൂക്കളം നമ്മളിവിടെ ഇങ്ങനെ ഇട്ടിട്ട് അപ്പുറത്ത് എന്താണ് നടക്കണെന്ന് നോക്കും. ഓരോ ഇതിലും കയറി അലമ്പാക്കാനൊക്കെ നോക്കും. അവിടുന്ന് പൂക്കളൊക്കെ അടിച്ചിട്ടൊക്കെ വരും. അങ്ങനത്തെ പരിപാടി സ്ഥിരം പരിപാടി ഉണ്ട്. ഇവിടെ തികയാണ്ട് വരുമ്പോ നൈസായിട്ട് അപ്പുറത്ത് പിരിവിട്ടിട്ടാണല്ലോ എല്ലാവരും ഈ പറയുന്ന ഇത് ചെയ്യുന്നത്. പഠിച്ചു മാറ്റിയിട്ട് വരുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഞാനൊരു ഓണം സ്പെഷ്യൽ സെഗ്മെന്റിലേക്കാണ് നിങ്ങളെ കൊണ്ടുപോകണത്. നിങ്ങൾക്ക് ഓണത്തിന് സിമ്പിൾ ആണ്. അപ്പൊ ഓണത്തിനെ പറ്റി നിങ്ങൾക്ക് എത്രത്തോളം അറിയാം എന്ന് ടെസ്റ്റ് ചെയ്യണ ഒരു ഭയങ്കര വെരി സിമ്പിൾ ക്വസ്റ്റ്യൻസ്. അപ്പൊ ആർക്കൊക്കെ അറിയണം പെട്ടെന്ന് കൈപൊക്കി ആൻസർ പറയണം. അല്ലാത്തവർക്ക് ചെറിയൊരു പണിഷ്മെന്റ്. സിമ്പിൾ വെരി സിമ്പിൾ. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വാമനപുരം എന്ന സ്ഥലം എവിടെയാണ്? വാമനപുരം ബസ് റൂട്ട് തിരുവനന്തപുരം. ഓക്കെ, അപ്പൊ നിങ്ങളുടെ രണ്ടുപേർക്കാട്ടെ പണിഷ്മെന്റ്. വെരി സിമ്പിൾ. നിങ്ങളുടെ ഒരു ദിവസത്തെ ഡേ ഇൻ മൈ ലൈഫ് പറയാം. രാവിലെ എണീക്കുന്നു, ഫോൺ നോക്കുന്നു, ഫാൻ ഓഫ് ചെയ്യുന്നു, വാഷ്റൂമിൽ പോകുന്നു, പല്ല് കഴിക്കുന്നു, വീണ്ടും ഫോൺ നോക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, പിന്നെ ജിമ്മിൽ പോകുന്നു. പിന്നെ എല്ലാ ദിവസവും ഒരേപോലെ ഇരിക്കില്ലല്ലോ. ചിലപ്പോ ഇന്നിപ്പോ വന്നത് ഇങ്ങോട്ടേക്ക് കുളിച്ച് റെഡി ആയിട്ട് നേരെ ഇങ്ങോട്ടേക്ക് വരുന്നു. അവധി ദിവസം എങ്ങനെയായിരിക്കും? അവധി ദിവസം എണീക്കയില്ല. ഞാൻ പറയാം, ഒരു 10 മണിയാകുമ്പോ എണീക്കുന്നു, പല്ലിക്കുന്നു, ഫോൺ കൊടുക്കുന്നു, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു, കിടന്നു, പിന്നെ ഉറങ്ങുന്നു, പിന്നെ പുറത്തു പോകുന്നു. അവധി ദിവസമാണ് നാളെ എന്നുണ്ടെങ്കിൽ ഇന്ന് രാത്രി ഉറങ്ങലുണ്ടാവില്ല. 3 മണി 4 മണി ചിലപ്പോ സംസാരിച്ചിരിക്കും. അത് കിടന്നുറങ്ങും. ചിലപ്പോ 1 മണി 2 മണിക്കൊക്കെ എണീക്കും. പിന്നെ ഇങ്ങനെ ചടഞ്ഞുകൂടിയേക്കും. പിന്നെ വൈകിട്ടാകുമ്പോൾ ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് ഇറങ്ങിയോ, അല്ലെങ്കിൽ ഇങ്ങനെ മൂവി കാണാൻ പോവുക, അല്ലെങ്കിൽ അങ്ങനത്തെ പരിപാടികളൊക്കെ ഇരിക്കും. ആരെങ്കിലും ഇവിടെ ഫ്രീ ആയിട്ടുണ്ടോ നോക്കും. ഇവനെ ആരെങ്കിലൊക്കെ വിളിക്കും. ശബരി ചേട്ടന്റെ ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാ? ഓരോ ദിവസം ഓരോ പോലെയാണ്. എങ്കിലും എല്ലാ ദിവസവും മിക്കവാറും ചെയ്യുന്ന കാര്യങ്ങളെല്ലാം സാധാരണ നമ്മളെ ആൾക്കാർ ദിനചര്യ പറയണ്ടല്ലോ. പ്രത്യേകിച്ച് ഫോൺ നോക്കൽ ഉൾപ്പെടെ അതൊക്കെ ഇപ്പൊ നമ്മുടെ ഭാഗമായി. അല്ലെങ്കിൽ എന്തുൾപ്പെടെ ഫോൺ നോക്കുന്നു ദിനചര്യയാണല്ലോ. അതൊന്നും പറയണ്ട. അല്ലെങ്കിൽ കോമൺ ആയിട്ട് എല്ലാ ദിവസവും വരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വായിക്കുക, എന്തെങ്കിലും സംതിങ്. അത് പണ്ടോട്ടേ ഉള്ള ശീലമാണ്. അത് ചെയ്യും. എന്തെങ്കിലും ചിലപ്പോ ഇതായിട്ട് എന്താണ് എന്തെങ്കിലും പെൻഡിങ് എഴുതുക, എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എഴുതും. പിന്നെ പുതിയ പാട്ടുകൾ സ്പോട്ടിഫൈ വന്നതിന് ശേഷം അങ്ങനെ ഒരു ഇതുണ്ട്. അൽഗോരിതം കുറെ ആൾക്കാരെ കൊണ്ടുതരും. പുതിയ ആർട്ടിസ്റ്റുകളെ, പുതിയ ടെക്നീഷ്യൻസ്, അതൊക്കെ സെർച്ച് ചെയ്യും. ഫോൺ നോക്കി കഴിഞ്ഞാൽ ആദ്യം അതാണ് സ്പോട്ടിഫൈയിൽ നമ്മൾ നോട്ടിഫിക്കേഷൻ എന്താണ് പുതിയ റിലീസുകൾ, പുതിയ പാട്ട് ഏതാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞു. എന്നിട്ട് അത് കേട്ട് നോക്കുക. അത് ആ മിക്ക ദിവസവും അങ്ങനെയായിരിക്കും. പറ്റിയുള്ള പാട്ട് അല്ല, അത് സുനു AI എന്ന് പറഞ്ഞു. അതും ഇപ്പം ഒരു ഇതാണ്. കുറെ AI ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്, പല ടൈപ്പ് ഉള്ളത്. അപ്പോ സ്വപ്നമൊക്കെ കണ്ട് നമ്മൾ എണീക്കുമ്പോ അത് ഇതിന്റെ അത് പരീക്ഷിക്കും. നിന്റെ പാട്ട് അങ്ങനെ എന്തൊക്കെയോ പ്രോംപ്റ്റ് കൊടുക്കും കുറെ കാര്യങ്ങൾ. അപ്പൊ നമ്മുടെ ഗൂഗിൾ ഡീറ്റെയിൽസ് അല്ലെങ്കിൽ വിക്കിപീഡിയ അതൊക്കെ വെച്ചിട്ടുള്ള പാട്ട് വരും. ഓക്കെ, അടുത്ത ചോദ്യം. അപ്പൊ നമ്മുടെ മാവേലി ഇല്ലേ, മാവേലിയുടെ ശരിക്കുള്ള പേരെന്താണ്? മഹാബലി അല്ല, അതല്ലാണ്ട് ഇന്ദ്രസേനൻ. സത്യം പറയുന്നത് നിങ്ങൾ തമ്മിലുള്ള അഡ്ജസ്റ്റ്മെന്റ് അല്ലേ? മഹാബലി നമ്മള് പിന്നെ വിളിക്കുന്നല്ലേ, മഹാബലി ബലവാനായതുകൊണ്ട് ഇന്ദ്രസേനൻ എന്നാണ് പേര്. അതെ, ഇന്ദ്രസേനൻ. ഓക്കെ, അപ്പൊ ഇതിനുള്ള പണിഷ്മെന്റ് നമുക്കാണല്ലോ മച്ചമ്പി കംപ്ലീറ്റ് പണിഷ്മെന്റ്. ലൈഫിൽ ചെയ്ത ഏറ്റവും വലിയ കള്ളത്തരം തുറന്നു പറയുക. ചന്തു പറ. ഏറ്റവും വലിയ കള്ളത്തരം ഏറ്റവും വലിയ കള്ളത്തരം അത്ര ഏറ്റവും വലിയ കള്ളത്തരമല്ലേ? എന്നാ അതിന്റെ കുറച്ച് താഴ്ന്നിട്ടുള്ള കള്ളത്തരം. ഒരിടത്തരം പോലീസ് അശ്വിനിയോട് ചെയ്ത കള്ളത്തരം. അയ്യോ, അപ്പൊ പോലീസല്ലേ പിടിക്കുക, അപ്പൊ അശ്വിനി പിടിക്കും. പോലീസ് ജയിലിൽ ചെയ്ത കള്ളത്തരം ആണ്ടാർ ചെയ്ത കള്ളത്തിനൊക്കെ നല്ല ഗ്രാവിറ്റി. ഈ അടുത്തിടെ ചെയ്ത കള്ളത്തരം, ഈ അടുത്തിടെ ചെയ്ത കള്ളത്തരം, ഈ സാഹസം പ്രൊമോഷന്റെ ഇടയിൽ ചെയ്ത കള്ളത്തരം.
വാസന്തി ഷൂട്ടിന്റെ ഇടയിൽ ചെയ്ത കള്ളത്തരം. ഇതൊക്കെ പറഞ്ഞ പ്രശ്നമുണ്ട്. എന്നാലും വാസന്തി ഷൂട്ടിനിടെ എന്ത് കള്ളത്തരം? ആ സമയത്ത് അശ്വിനെ കല്യാണം കഴിച്ചിട്ടില്ലായിരുന്നല്ലോ, അപ്പൊ ചെയ്ത കള്ളത്തരം. അപ്പൊ എന്ത് കള്ളത്തരം? ഇപ്പൊ കള്ളത്തരമൊന്നുമില്ല. എന്തെങ്കിലും ചെയ്യാൻ. അപ്പൊ കഥാപാത്രം മാത്രം ഉണ്ടായിരുന്നോ കള്ളൻ? എന്നാൽ ഒരു കള്ളത്തരം പറ. വാസന്തി അടിച്ചോണ്ട് വരുന്നത് അതാണ് കള്ളത്തരം. അതൊരു കള്ളത്തരാണല്ലോ. ഇവൻ സത്യം പറയാം. പറയട്ടെ. ചേട്ടൻ ആലോചിച്ചോ, ചേട്ടനിലേക്ക് സത്യം അതാ പറയാം. സ്വാതിക പറയാം. സത്യം പറയട്ടെ, ഞങ്ങൾ അങ്ങനത്തെ ആൾക്കാരല്ല. അല്ലേ? കള്ളത്തരം കാണിക്കുന്ന ആൾക്കാരല്ല. ഇല്ല, അങ്ങനെ ഒരു പരിപാടിയില്ല. ബർത്ത്ഡേ ആണ്, ഓണമാണ്, ചാനലാണ്, വീഡിയോ ആണ്. ഞാൻ കള്ളത്തരം പറയാം. ചെറിയൊരു ഓണമായിട്ട് കള്ളത്തരം. ഞാൻ കാണിക്കാറില്ല. ഞാനിപ്പോ പറഞ്ഞില്ലേ, അതാണ് ആ, ഇപ്പൊ തന്നെ പറഞ്ഞു. ഇനി നീ പറ. ഇനി ചേട്ടൻ പറ. ആലോചിക്ക്, ഇഷ്ടംപോലെ ഉണ്ടല്ലോ. അറിയാലോ ഞാൻ കള്ളത്തരം നീ പറ, അവന്റെ കള്ളത്തരം നീ പറ. അങ്ങനെ ഓർമ്മയിൽ വെക്കുന്ന കള്ളത്തരൊന്നുമില്ല. എനിക്ക് എന്താണെന്നറിയില്ല, എനിക്ക് ഓരോ ദിവസം കഴിയുന്തോറും ഞാൻ മറന്നു. എനിക്ക് ചെറിയ അങ്ങനത്തെ ഒരു പ്രശ്നമുണ്ട്. അതെ, സഞ്ജയ് രാമസ്വാമിയുടെ അച്ഛനായിട്ട് ഒരു ഞാൻ എന്നൊക്കെ ഓരോ ദിവസം നടന്ന കാര്യം ഞാൻ മറന്നു പോകും. കള്ളത്തരമൊക്കെ ഞാൻ പ്രത്യേകിച്ച് ഓർത്തിരിക്കാറില്ല. ഇവനോടൊരു കള്ളത്തരം കാണിച്ചത് അത് രസമുള്ളൊരു പരിപാടിയാണ്. കുറച്ചു കാലം മുമ്പ്, പ്രേമത്തിന് മുമ്പ്, ഞങ്ങള് നേരത്തിന് ശേഷം ഞാൻ, സിജു, അൽഫോൺസ്, ആനന്ദ് സി ചന്ദ്രൻ, വിജയ്, പിന്നെ ഷട്ടിലിംഗ് സർവീസ് ഇടയ്ക്ക് വിസിറ്റിംഗ് പ്രൊഫസേഴ്സിനെ പോലെ ഷറഫുദ്ദീനും രാജേഷൊക്കെ വരും. ബോംബെയിൽ പോയിരിക്കുകയായിരുന്നു. മലയാളം സിനിമ, ഷട്ടർ എന്ന് പറഞ്ഞ മലയാളം സിനിമ ഹിന്ദിയിലേക്ക് റീമേക്ക് ചെയ്യാനുള്ള അതായിരുന്നു ഞങ്ങളുടെ ലക്ഷ്യം. അവിടെ പോയി 8 മാസം ബോംബെയിൽ പോയി നിന്നു. അങ്ങനെ നിൽക്കുന്ന സമയം ഞാൻ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ അവിടെ അതെ ഇവൻ വന്നിട്ടുണ്ട്. അപ്പൊ ഇവന്റെ ബർത്ത്ഡേ ആണ്, ഇവന്റെ ബർത്ത്ഡേ ആണ് നാളെ. അപ്പൊ ഞാനും ശ്രുതിയും തമ്മിൽ റിലേഷൻഷിപ്പിലാണ്. ശ്രുതി അന്ന് ഇവര് കല്യാണം കഴിച്ചിട്ടില്ല. അന്ന് ആ പോക്കിന് പോയപ്പോഴാണ് ആദ്യമായിട്ട് കാണുന്നത് ശ്രുതിനെ. അപ്പം ശ്രുതി ഞങ്ങളെ മാത്രം അറിയിച്ചിട്ട് ഇവന് ഗിഫ്റ്റ് രാത്രി 12 മണിക്ക് കറക്റ്റ് ഗിഫ്റ്റ് ബൊക്കെ വന്നിരിക്കുകയാണ്. ഇതടിച്ചു. നേരത്തെ എത്തി, 12 മണി ആവണതിന് മുമ്പ് അവര് ഡെലിവറി ചെയ്തു. ഞങ്ങളിവിടെ ഉണ്ട്. ആരാണെന്ന് ചോദിക്കണം. അപ്പൊ ആരാണെന്ന് ഇങ്ങനെ പറയും. അവിടെ നിന്ന് എത്തി നോക്കിയാൽ ഈ ഡോറ് കാണാൻ പറ്റും, ബൊക്കെ കാണാൻ പറ്റും. നമ്മളോട് വാച്ച്മാനാണ്, നാളെ വെള്ളം ഉണ്ടാവില്ല, അപ്പം വെള്ളം പിടിച്ചു വെക്കാൻ വേണ്ടി പറഞ്ഞു. ടെൻഷൻ അടിക്കാൻ നാളെ ഞാനപ്പോ ഇങ്ങനെ കുടിക്കും. ഞങ്ങള് മറ്റേ ഔട്ടിംഗ് പ്ലാൻ ചെയ്തേക്കെ, ഞാൻ ശ്രുതിയും കൂടി മൂവി കാണാൻ പോവാ, പിന്നെ ഡിന്നർ, അങ്ങനത്തെ പരിപാടിയൊക്കെ പ്ലാൻ ചെയ്തത്. സീരിയസ് ആയിട്ട് കുറച്ചു നേരത്തേക്ക് സൈലന്റ് ആയി ഭയങ്കര കരച്ചിലിന്റെ പക്കത്ത് അല്ല, ഞാൻ അപ്പൊ ചെന്ന് ഒരാഴ്ച ഉണ്ടാവുള്ളൂ പ്രപ്പോസ് ചെയ്തത്. അപ്പൊ തന്നെ ഡിവോഴ്സ് ചെയ്യും. നമ്മളവിടെ എൻജോയ് ചെയ്തോണ്ടിരിക്കണം. എന്റെ ബർത്ത്ഡേ കൂടിയുള്ളൂ, നമ്മള് തകർത്ത് പൊളിച്ചോണ്ടിരിക്കണം. ഡാൻസും ഇതൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തോണ്ടിരിക്കണം. വേർത്തിരിക്കണം. ഇവനൊക്കെ കെട്ടിപ്പിടുത്തം, വേർത്ത് ചീഞ്ഞിട്ട് എന്നെ കെട്ടിപ്പിടിച്ചത് ഈ പണമായിട്ട് ഞാൻ പോണ്ടേ കാണാനുണ്ട്. അപ്പൊ തന്നെ ഡൈവേഴ്സ് ചെയ്യും. പിറ്റേ ദിവസം അത് പറഞ്ഞേ, അതുവരെ ടെൻഷൻ അടിച്ചിട്ടുണ്ടാവും. അതൊരു കള്ളത്തരാണ്. ഇത് അങ്ങനെയൊക്കെ കള്ളത്തരാണ്. ഒരാളുടെ മാനസികമായി അയാൾ പീഡിപ്പിച്ചു. അതെ, കുറച്ച് അതെന്റെ ബർത്ത്ഡേ, നിന്റെ ബർത്ത്ഡേ പീഡിപ്പിക്കുന്നുണ്ടോടാ? സിജു വിൽസൺ ശബരീഷിനെ മാനസികമായി പീഡിപ്പിച്ചത് എങ്ങനെയെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും. ഇവൻ